സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? ഏയ് ഗൈസ്, അപ്പം ഞാനും ഏച്ചിയും കൂടെ കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഏച്ചി വളകാപ്പൊക്കെ വരുന്നുണ്ട്, അപ്പം അതിന് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ ബസ് അതൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള വാവേനൊക്കെ കണ്ടിരുന്നു. പിന്നെ ഈ മുട്ടായി ഏതാണെന്ന് ആർക്കെയും മനസ്സിലാവുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ്. അങ്ങനെ കുറച്ച് നേരം ബസ് കാത്തിക്കുമ്പോഴത്തേക്ക് ബസ് കിട്ടി ഗൈസ്. അങ്ങനെ ആടെ ഇറങ്ങി പിന്നെ ഒരു പീടിയെ കയറിയാളൊരു ലിക്കബിൾസൊക്കെ വാങ്ങി. ആടെ ഒരു ചെറുതുണ്ട്, അങ്ങനെ അതും വാങ്ങി. പിന്നെ ഒരു ലേസും വാങ്ങി. അത് ഞങ്ങൾ നേരം തിന്ന് അങ്ങനെ ഒരു ലൈമും കുടിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ അവിടെ എത്തിയത് ഞങ്ങൾ പപ്സും ചായയൊക്കെ കുടിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ നോക്കുന്നേരം ജെനി മൈക്കും എടുത്ത് പാട്ടൊക്കെ പാടി നടക്കുകയും പിന്നെ മൈലാഞ്ചി ഇടാനൊക്കെ തുടങ്ങി ഗൈസ്. ഇവിടെ മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ട് ഒരാൾ വന്ന് നിൽക്കുകയും അങ്ങനെ നോക്കും ഒരു കുഞ്ഞി കാലമൊക്കെ വരച്ചു കൊടുത്തു. പിന്നെ കുറേ നേരമൊക്കെ അവിടെ അതും കണ്ടിരുന്നാൽ ഇനിയും വേറെ എന്തെങ്കിലും വരയ്ക്കേണ്ടി വരും. അന്നേരം ഞങ്ങൾ രണ്ടാളും കൂടെ മെല്ലെ പോയിട്ട് കൊലായിലിരുന്ന ഒരു കോഴിക്കുട്ടി ഉണ്ടായിരുന്നു, അതിനെയും കൊണ്ട് കളിച്ച്. പിന്നെ ഈശി നാളെ വെക്കേണ്ട എക്സ്റ്റൻഷനൊക്കെ എടുത്ത് നോക്കുകയും അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് ഇന്നും മൈലാഞ്ചി ഇടൽ തുടങ്ങി. പിന്നെ കടല ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് അതൊക്കെ തിന്ന്. പിന്നെ ജനിക്കൊരു ആഗ്രഹം കഴിച്ച് കുറച്ചുകൂടെ വിരലിലൊക്കെ മൈലാഞ്ചി ഇടണം. അന്നേരം ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ടുകൊടുക്കാം. ഞാൻ പറഞ്ഞ അറബിക് ഡിസൈനാന്നൊക്കെ പറഞ്ഞ് 3-4 പൂവൊക്കെ വരച്ചു കൊടുത്ത്. ഭാഗ്യവും കുട്ടീനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെറുനാരങ്ങ ആക്കണം എന്ന് പറഞ്ഞാൽ അതും ഇത്തിരിയാക്കി കൊടുത്ത് കൈമിൽ. പിന്നെ നന്ദേട്ടൻ ചായക്കൂട്ടൽ വാങ്ങാൻ പുറത്ത് പോയിനും. അങ്ങനെ തിരിച്ചെത്തി. പിന്നെ ജനീൻ്റെ അമ്മ വന്ന് ഗൈസ്, ഇതാണ് മാളേച്ചി. അന്നേരം ചെന്ന് മൈലാഞ്ചൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചെൻ്റെ കലാവിരുദ്ധ ഉണ്ടെന്നേ ഒന്നും പറഞ്ഞിട്ടില്ല ഭാഗ്യത്തിന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ നന്ദേട്ടൻ്റെ ഓഫീസിലേക്ക് പോയി. പിന്നെ ആടെ നിന്നും ഗൈസ് ബാക്കി മൈലാഞ്ചി ഇടലൊക്കെ. എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ആടെയുള്ള ബാക്കി എല്ലാ സാധനവും എക്സ്പ്ലോർ ചെയ്യലേനും ഓരോന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ എനിക്ക് എന്താണെന്നും കൂടെ അറിയില്ല, എന്നാലും ഞാൻ വെറുതെ ചാടിക്കറി എന്തൊക്കെ നോക്കി. ഞാൻ പിന്നെ യൂട്യൂബിൽ എൻ്റെ തന്നെ ചാനൽ വെച്ച് അതും കണ്ടിരുന്നു ഗൈസ്. പിന്നെ അവിടെ മൈക്കും സ്റ്റുഡിയോ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അങ്ങനെ തന്നെ അവിടെ വെച്ച് പിന്നെ ഇന്നൊരാൾ മൈലാഞ്ചി ഇട്ട് ഞാൻ വിളിച്ച് ഗൈസ്. അവിടെ നിന്ന് ചിത്രം വരയ്ക്കാനും പെട്ടെന്ന് എന്തോ ബോധം ഉദിച്ചതാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഒക്കെ ഒരു പൂ വരച്ചതിന് ഒളിക്കൊരു പൂക്കാലം തന്നെ തിരിച്ചു തന്നിക്ക്. അങ്ങനെ ഒരു 8 മണിയൊക്കെ നമ്മൾ ഞാളെ ഇറങ്ങി അൽഫാം വാങ്ങി വീട്ടിലേക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ.